നമസ്കാരം. ലോക്സഭാ മണ്ഡലത്തിലെ CPM തോൽവി കൂടാതെ കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തുമായതോടെ നേതാക്കൾക്കെതിരെ അണികളുടെ രോഷം ആളിക്കത്തി. മുതിർന്ന CPM പ്രവർത്തകർ പോലും സമൂഹമാധ്യമങ്ങളിൽ ഏരിയ നേതൃത്വത്തിനെതിരെ പരിധിവിട്ട രൂക്ഷ വിമർശനം തുടങ്ങി. വിഭാഗീയത സംബന്ധിച്ച വിഷയങ്ങളിൽ ആഞ്ഞടിക്കുന്ന കായംകുളത്തിന്റെ വിപ്ലവം എന്ന ഫേസ്ബുക്ക് പേജ് രൂക്ഷമായ കമന്റുകളാൽ നിറയുകയാണ്. കായംകുളത്ത് വീണ്ടും സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ അനിവാര്യമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മൂന്നാമതായതിന്റെ കാരണം അറിയാം, CPM നേതാക്കൾ BJPക്ക് വോട്ട് മറിച്ചു. ഇതാണ് ഒരു കമന്റ്. ഏരിയ സെക്രട്ടറി രാജിവെക്കണം, കമ്മിറ്റി പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്നത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ മുതിർന്ന പാർട്ടി അംഗങ്ങളാണ്. അനുകൂലിച്ച് മറുപടി കുറിപ്പുകൾ ഇടുന്നത് വർഷങ്ങളായി പാർട്ടിയിലുള്ള കടുത്ത അനുഭാവികളാണ്. പാർട്ടിയുടെ വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇത്തരം ചർച്ചകൾ മുറുകുന്നു. പ്രതിരോധത്തിനും വിശദീകരണത്തിനും ശ്രമിക്കുന്നവരെ കൂട്ടമായി ആക്രമിക്കുന്നു. നേതാക്കളുടെ കൊട്ടേഷൻ, ക്രിമിനൽ ബന്ധങ്ങൾ, അധികാരമോഹം, അനാശാസ്യ ബന്ധങ്ങൾ, അഴിമതി എന്നിവയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. മുൻപൊക്കെ പാർട്ടിയിലെ ഒരു പക്ഷത്തിന് വേണ്ടി നിലകൊള്ളാറുള്ള കായംകുളത്തിന്റെ വിപ്ലവം പേജ് ഇക്കുറി എല്ലാ നേതാക്കളെയും പക്ഷം നോക്കാതെ പേര് പറഞ്ഞു തന്നെ ആക്രമിക്കുന്നു. ചില നേതാക്കൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം അട്ടിമറിച്ചെന്നും CPM കോട്ടകളിലെല്ലാം BJP കടന്നുകയറിയെന്നും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. BJPക്ക് ലീഡ് നൽകിയ നേതാക്കൾ ഒഴിഞ്ഞു പോകണമെന്നാണ് ആവശ്യം. പ്രതിഭ MLA അവഗണിക്കുന്നതായും പറയുന്നു. കായംകുളത്ത് 20 വർഷമായി നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും 15 വർഷമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മേൽക്കൈയുണ്ടായിരുന്ന പാർട്ടിയെ ഇത്തവണ BJP പിന്തള്ളിയതിന് ഏരിയ നേതൃത്വത്തെയാണ് പ്രവർത്തകർ പ്രതിക്കൂട്ടിലാക്കുന്നത്. പാർട്ടിയിലെ കുഴപ്പക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതും മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതുമാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയതെന്നാണ് വാദം. മുൻപ് സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് കായംകുളത്തെ വിഭാഗീയത ശമിപ്പിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയോടെ അണികൾ വീണ്ടും നേതൃത്വത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. തൃശൂരിലെ BJPയുടെ വിജയം CPMന്റെ സമ്മാനമാണ്. പിണറായി വിജയൻ സ്വർണ്ണത്താലത്തിൽ വെച്ച് നൽകിയ സമ്മാനമാണിത്. CPM കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂരിലെ പരാജയം സംബന്ധിച്ച് പഠിക്കും. അവിടെ CPM BJP ഡീൽ ഉണ്ടായിരുന്നുവെന്നും ഹസൻ പറഞ്ഞു. വടകരയിൽ ഷാഫി പറമ്പിലിനെ വർഗീയവാദിയായി ചിത്രീകരിച്ചാണ് പ്രചാരണം നടത്തിയത്. ഷാഫിക്ക് വമ്പിച്ച ഭൂരിപക്ഷം ലഭിച്ച സാഹചര്യത്തിൽ KK ശൈലജയും CPMഉം ജനങ്ങളോട് മാപ്പ് പറയണം. വടകരയിൽ സമാധാനപരമായി കഴിഞ്ഞ ജനതയെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത്. മോദി കേന്ദ്രത്തിൽ നടത്തിയതിന് സമാനമായ പ്രചാരണമാണ് ഇവിടെ ഇടതുപക്ഷം നടത്തിയതെന്നും ഹസൻ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ സർക്കാരിന് തുടരാൻ അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വമ്പിച്ച വിജയം നേടിയപ്പോൾ ആവേശത്തോടെ ജനങ്ങളെ അഭിമുഖീകരിച്ച മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വമ്പിച്ച പരാജയമുണ്ടായപ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കാതെ ഒളിച്ചോടുന്നത്? അതിനുള്ള ആർജവം മുഖ്യമന്ത്രി കാട്ടിയില്ലെന്നും ഹസൻ പറഞ്ഞു. ഇതിനെല്ലാം ഇടയിലും സംസ്ഥാന സർക്കാരിന്റെ 3 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് പുറത്തിറക്കും. വൈകിട്ട് 4-ന് സെക്രട്ടേറിയറ്റ് വളപ്പിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റിപ്പോർട്ട് പ്രകാശനം ചെയ്യുക. ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു ഏറ്റുവാങ്ങും. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഓരോ വകുപ്പിലും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ വിശദാംശങ്ങളും എത്ര ശതമാനം പൂർത്തീകരിച്ചു എന്നതുമടക്കമുള്ള വിവരങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത്. റിപ്പോർട്ട് പ്രകാശനം 7-ന് നടത്താൻ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ തീരുമാനിച്ചിരുന്നതാണ്. കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ വാർഷികാഘോഷം സർക്കാർ ഉദ്ദേശിക്കുന്നില്ല.